സ്റ്റുഡൻസ് വെൽക്കം ടു അവർ ചാനൽ ലേൺ ടിപ്സ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഹോൺബിൾ ടെക്സ്റ്റ് ബുക്കിൻ്റേത് സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ബാക്കി പോർഷൻ ആയിരിക്കും എടുക്കുന്നത്. വി ആർ നോട്ട് അഫ്രെയ്ഡ് ടു ഡൈ ഇഫ് വി ക്യാൻ ഓൾ ബി ടുഗെദർ. ആ ചാപ്റ്ററിൻ്റേത് നമ്മൾ in fact there was nothing holding up a whole section of starboard hull except a few cupboard partitions. അവിടം വരെ ആയിരുന്നു കഴിഞ്ഞ പോർഷനിൽ എടുത്തത്. ഇന്ന് ബാക്കി പോർഷൻ ആയിരിക്കും എടുക്കുന്നത്. Before we start the chapter, I want to wish you all a Merry Christmas and a Happy New Year. We had survived for 15 hours since the wave hit, but Wave Walker wouldn't hold together enough for us to reach Australia. ഇതിനകത്ത് റൈറ്റർ പറയുന്നത് 15 മണിക്കൂറോളം ഈ വലിയൊരു വേവ് ഹിറ്റ് കഴിഞ്ഞിട്ട് ഈ ഒരു വലിയ വെള്ളത്തിൻ്റെ ആ ഒരു വരവും ആ പ്രോബ്ലം അവർ ഫേസ് ചെയ്തിട്ട് 15 മണിക്കൂർ കഴിഞ്ഞു. പക്ഷേ ഇത് കൂടുതൽ വേവ് വോക്കർ ആ നമ്മുടെ ഷിപ്പിന് ഇതിൽ കൂടുതൽ ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ള അവർക്ക് ഒരു സംശയമായിരുന്നു. റൈറ്ററിന് സംശയമായിരുന്നു. അതുപോലെ തന്നെ ഓസ്ട്രേലിയ എത്തുമെന്ന് തന്നെ സംശയമായിരുന്നു. I checked our charts and calculated that there were 2 small islands a few hundred kilometers to the ഈസ്റ്റിലേക്ക് അന്നേരം എന്തായാലും ഓസ്ട്രേലിയ വരെ എത്തിപ്പെടാൻ പറ്റത്തില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ റൈറ്റർ ചാർട്ട് എടുത്ത് നോക്കി, അവരുടെ മാപ്പ് എടുത്ത് നോക്കി, അതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും ഒരു സ്ഥലത്ത് പോയ ഇതിൻ്റെ ഷിപ്പിൻ്റെ എൻറ്റയർ റിപ്പയറിങ്ങോ കാര്യങ്ങളോ ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴാണ് 2 ഐലൻഡ് കുറച്ച് 100 കിലോമീറ്റേഴ്സിൻ്റെ അപ്പുറത്തായി ഈസ്റ്റായിട്ടുള്ള ഭാഗത്ത് 2 ഐലൻഡ്സ് കാണുന്നുണ്ട്. വൺ ഓഫ് ദം ഐൽ ആംസ്റ്റർഡാം വാസ് എ ഫ്രഞ്ച് സയൻറ്റിഫിക് ബേസ്. ഫ്രഞ്ച്, അതായത് ഫ്രാൻസിൻ്റെ അണ്ടർ കൺട്രോളായിട്ടുള്ള സയൻറ്റിഫിക് ബേസാണ് ഐൽ ആംസ്റ്റർഡാം എന്ന് പറഞ്ഞ് ഒരെണ്ണം അതിൻ്റെ അകത്തുനിന്നുള്ള ഐലൻഡ്. Our only hope was to reach these pinpricks in the vast ocean. ഈ pinpricks in the vast ocean means ഈ പിന്ന് വെച്ച് നമ്മൾ കുത്തുമ്പോഴത്തേക്ക് ചെറിയൊരു പ്രിക്ക് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ചെറിയൊരു കുത്തുമ്പോഴത്തേക്കുള്ള ഒരു ചാൻസ് പോലെയാണ് അതിന് കൊടുത്തിരിക്കുന്നത് റൈറ്റർ ഇതിൻ്റെ അകത്ത്. അതിൻ്റെയും ചാൻസസ് വളരെ ലെസ്സാണ്. ഈ 2 ഐലൻഡിലെ ഏതെങ്കിലും ഒരു ഐലൻഡിൽ പോലും എത്തിപ്പെടാൻ പറ്റുമോ അല്ലെങ്കിൽ അവിടെ ചെന്ന് എത്താൻ പറ്റുമോ എന്നുള്ള വളരെ ചെറിയ ഒരു ചാൻസസ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇവിടെ റൈറ്റർ പറയാൻ ഉദ്ദേശിക്കുന്നത്. But unless the wind and sea abated so we could hoist sail, our chances would be slim indeed. The great wave had put our auxiliary engine out of ആക്ഷൻ. അപ്പം ഇവിടെ സംഭവിച്ചാൽ അവർ ഓൾറെഡി പറഞ്ഞു അതിൻ്റെ ചാൻസസ് വളരെ ലെസ് ആണെന്നും അവിടെ വരെ എത്തിപ്പെടാൻ പറ്റുമെന്ന് അവർക്ക് തന്നെ സംശയമുള്ളപ്പം കാറ്റിൻ്റെ ഗതി പോലും കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ചാൻസസ് ഉള്ളൂ അവിടെ ചെന്നെത്താനും. അന്നേരം അവർക്ക് വലിയ ഹോപ്പില്ല അവിടെ വരെ എത്താൻ പറ്റുമെന്നുള്ളത്. കാരണം സമുദ്രത്തിൻ്റെ വേവ്സിൻ്റെ പോലും ആ ഒരു ചലനം ഇച്ചിരി സബ്സൈഡ് ആയാലോ ഇൻസൈഡ് ഒത്തിരി ഇൻറ്റൻസ് ആയിട്ടുള്ള ആ ഒരു മൂവ്മെൻറ്റ് അതിൻ്റെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ അവിടം വരെ എത്താൻ പറ്റൂ എന്നുള്ള ഒരു കാരണം ഈ ഒരു വലിയ വേവ് വന്നിട്ട് വളരെ മോശമായിട്ട് എല്ലാം എൻറ്റയർലി അവരുടെ ഷിപ്പിലുണ്ടായിരുന്ന കാര്യങ്ങൾക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഫുൾ എൻജിൻ വരെ ഇപ്പം ഇനിയും മൂവ്മെൻറ്റ് കുറഞ്ഞു. എൻജിൻ പോലും ഇപ്പം സ്റ്റാർട്ടാവാൻ ഇനി ഇത്രയും, കാരണം 15 മണിക്കൂർ കണ്ടിന്യൂസ്ലി ഇവർ ഇങ്ങനെ പറ്റിക്കൊണ്ടിരുന്നു. ഒരുപാട് അതുമായിട്ട് എന്താ പറയുക, ഒരുപാട് നേരം റിപ്പയർ ചെയ്യാനും എല്ലാ തരത്തിലും അതിന് എൻജിൻ ഓടി ഇത്രയും വരെ കൺട്രോൾ ചെയ്ത് നിർത്തി. പക്ഷേ ഇനി മുന്നോട്ട് പോകാൻ അവർക്ക് വളരെ ചാൻസസ് ലെസ്സായിട്ട് തന്നെ തോന്നി. ഓൺ January 4th, ഇനിയും 3-ാം തീയതി കഴിഞ്ഞിട്ട് 4-ാം തീയതിത്തെ കാര്യമാണ് പറയുന്നത്. ആഫ്റ്റർ 36 hours of continuous pumping, we reached the last few centimeters of water.
എൻറ്റയർലി ഇത്രയും നേരം ഇത്രയും മണിക്കൂറുകളും എല്ലാവരും കിടന്ന് കഷ്ടപ്പെട്ടിട്ട് വെള്ളം പമ്പ് ചെയ്ത് വെളിയിലേക്ക് വിട്ട് ആകെ ഇപ്പോൾ ഷിപ്പിനുള്ളിൽ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. നൗ വി ഹാഡ് ഓൺലി ടു കീപ് പേസ് വിത്ത് ദ വാട്ടർ സ്റ്റിൽ കമ്മിങ് ഇൻ. ഇനിയും അവരുടെ മുമ്പിലുള്ള ടാർഗറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളം ഇനിയും ഉള്ളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അകത്തുള്ള വെള്ളം മാക്സിമം അവർ കുറച്ച് സെൻറ്റിമീറ്റർ ബാക്കിയേ ഉള്ളൂ. ബാക്കി എല്ലാ എൻറ്റയർലി അത്രയും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ വെള്ളവും അവർക്ക് പുറത്ത് തള്ളാൻ പറ്റി. വി കുഡ് നോട്ട് സെറ്റ് എനി സെയിൽ ഓൺ ദ മെയിൻ മാസ്റ്റ്. ഇപ്പം അവർക്ക് സെയിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വന്നു. കാരണം മെയിൻ മാസ്റ്റിൽ എല്ലായിടത്തും എൻറ്റയർ സ്ട്രക്ചറിന് പോലും കേടുപാടുകൾ സംഭവിച്ചായിരുന്നല്ലോ. Pressure on the rigging should simply pull the damaged section of the hull apart. So we hosted the storm drip. അപ്പം ഇനിയും വരുന്നതെന്ന് പറഞ്ഞാൽ കൂടുതൽ അവർക്ക് പമ്പ് ചെയ്യാനോ അല്ലെങ്കിൽ മെഷീനിൽ നിന്നും എൻജിനിൽ നിന്നും കൂടുതൽ പ്രഷർ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇനിയും ചെയ്യാൻ പറ്റുന്ന ആ ജിബിൻ്റെ അകത്ത്, അതായത് കാറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഹെൽപ്പോട് കൂടി വേണം ഇനിയും ഷിപ്പ് മുമ്പോട്ട് മൂവ് ചെയ്യാനായിട്ട്. ആൻഡ് ഹെഡഡ് ഫോർ വെയർ ഐ തോട്ട് ദ 2 islands were. എന്നിട്ട് ഈ 2 ഐലൻഡിലേക്ക് എത്തിപ്പെടാൻ ശ്രമിക്കുവാണെന്ന് മാത്രമേ ഉള്ളായിരുന്നു. മേരി ഫൗണ്ട് സം corned beef and cracker biscuits and we ate our first meal in ഓൾമോസ്റ്റ് 2 days. ഈ 2 ദിവസം കഴിഞ്ഞിട്ടാണ് മേരി ഇവരൊരു മീൽ പോലും കഴിച്ചത്, ഒരു ഭക്ഷണം പോലും കഴിച്ചു. കാരണം എല്ലാവരും ഈ കഴിഞ്ഞ 36 മണിക്കൂറായിട്ട് എൻറ്റയർലി ഈ വെള്ളം ഷിപ്പിൽ കയറി ആ വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറമെ എല്ലാവരും സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് മേരി ഇപ്പം കോൺ ബീഫും ക്രാക്കർ ബിസ്ക്കറ്റ്സും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്ന് എല്ലാവരും 2 ദിവസം കഴിഞ്ഞിട്ടുള്ള അവരുടെ ഒരു മീലാണ് ഇപ്പോൾ കഴിച്ചത്. But our respite was short-lived. At 4 p.m., black clouds began building up behind us. Within the hour, the wind was back to 40 knots and the seas were getting higher. ഈ സമയത്ത് ഇനിയിപ്പം 4 മണി വരെ ഇതുവരെ അവർ കുറച്ച് ഒന്ന് റിലീഫായിട്ടിരിക്കുകയായിരുന്നു. റെസ്പൈറ്റ് മീൻസ് ദേ വർ റിലീവ്ഡ്. എങ്ങനെയും എത്തിപ്പെടാൻ പറ്റും എന്നുള്ള അവർക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ വൈകുന്നേരം 4 മണി ആയപ്പോഴത്തേക്ക് ബ്ലാക്ക് ക്ലൗഡ്സ് വീണ്ടും ഫോം ചെയ്തു. കാറ്റിൻ്റെ ഗതി 40 knots per hour ആയി. അതുപോലെ സ്പീഡ് എല്ലാത്തിൻ്റെ കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെയും ബാഡ് വെതറായി. കണ്ടിന്യൂസ്ലി വേവ്സും കാര്യങ്ങളും എല്ലാം ഹയറായിട്ട് വരാൻ തുടങ്ങി. ദ വെതർ കണ്ടിന്യൂഡ് ടു ഡിറ്റീരിയേറ്റ് ത്രൂ ഔട്ട് ദ നൈറ്റ് ആൻഡ് ബൈ ഡോൺ ഓൺ January 5th ആ സിറ്റുവേഷൻ വാസ് അഗെയിൻ ഡെസ്പറേറ്റ്. ഇപ്പം വൈകുന്നേരം ആയപ്പോഴത്തേക്കും January 5 വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വീണ്ടും സിറ്റുവേഷൻ വളരെ പരിതാപകരമായി, വളരെ മോശമായിട്ട് വന്നു. വെതർ കാരണം ഒരുപാട് മോശമായി. വെൻ ഐ വെൻറ്റ് ഇൻ ടു കംഫർട്ട് ദ ചിൽഡ്രൻ. ഇപ്പോൾ റൈറ്റർ പിള്ളേരുടെ അടുത്തിലേക്ക് പോവാണ്, അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ. ജോൺ ആസ്ക്ഡ്, ഡാഡി ആർ വി ഗോയിങ് ടു ഡൈ? ജോൺ അന്നേരം ഫാദറിനോട് ചോദിക്കുകയാണ്, നമ്മളെന്താ മരിക്കാൻ പോവുകയാണോ? കാരണം അവർ ഇത്രയും കാര്യങ്ങൾ ഇത്രയും മണിക്കൂറോളം സ്ട്രഗിൾ ചെയ്യുന്നത്, ലൈഫിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന പേരൻസും അവർ ക്രൂ മെമ്പേഴ്സിനെ എല്ലാം കണ്ടു. അതോട് പിള്ളേർ വളരെയധികം പേടിച്ചിരിക്കുകയാണ്. ഐ ട്രൈ ടു അഷ്യൂർ ഹിം ദാറ്റ് വി കുഡ് മേക്ക് ഇറ്റ് ബട്ട് ഡാഡി. വീണ്ടും അഷ്യൂർ ചെയ്യാൻ റൈറ്റർ നോക്കി, ഇല്ല കുഴപ്പമൊന്നും സംഭവിക്കത്തില്ല എന്നുള്ള രീതിയിൽ ആശ്വസിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ജോണിനൊരു സംശയം. ബട്ട് ഡാഡി, ഹി വെൻറ്റ് ഓൺ, വി ആറൻറ്റ് അഫ്രെയ്ഡ് ഓഫ് ഡൈയിങ് ഇഫ് വി ക്യാൻ ഓൾ ബി ടുഗെദർ. ആ സമയത്താണ് ജോൺ പറയുന്നത്, നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടെങ്കിൽ മരണത്തെ പോലും നമുക്ക് ഭയമില്ല. യു ആൻഡ് മമ്മി, സു ആൻഡ് ഐ. നമ്മളെല്ലാവരും, അതായത് ഡാഡിയും മമ്മിയും അനിയത്തിയും ഞാനും,
ആ ഒരു രീതിയിലാണ് ജോണിൻ്റെ ഒരു അത്രയും പ്രായമുള്ള ഒരു കുട്ടിയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. വി ആർ നോട്ട് അഫ്രെയ്ഡ് ഓഫ് ഡൈങ് ഇഫ് വി ക്യാൻ ഓൾ ബി ടുഗെദർ. അവിടെയാണ് സ്ട്രൈക്കിംഗ് പോയിന്റ്. അതായത് ഈ കുട്ടിയാണ് പറയുന്നത് നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടെങ്കിൽ മരിക്കാൻ പോലും നമുക്ക് ഭയമില്ല എന്ന്. I could find no words with which to respond, but I left the children's cabin determined to fight the sea with everything I had. ഈ സമയത്ത് റൈറ്ററിന് ഒന്നും പറയാൻ തോന്നിയില്ല, തിരിച്ച് ഒന്നും റെസ്പോണ്ട് ചെയ്യാൻ പോലും തോന്നി. കാരണം അത്രയ്ക്ക് ശക്തമായ വേർഡ്സ് ആയിരുന്നു ജോൺ പറഞ്ഞത്. നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടെങ്കിൽ മരണത്തെ പോലും നമുക്ക് ഭയമില്ല എന്ന്. അതിന് തിരിച്ച് പറയാൻ വേണ്ടിയിട്ട് റൈറ്ററിൻ്റെ കയ്യിൽ വേർഡ്സ് ഒന്നും ഇല്ലായിരുന്നു, തിരിച്ചൊന്നും അതിനൊരു മറുപടി കൊടുക്കാൻ. പക്ഷേ റൈറ്റർ വീണ്ടും വളരെയധികം ശക്തമായിട്ട് തന്നെ ഇനിയും വരുന്ന പ്രശ്നങ്ങളെല്ലാം നേരിടാൻ വേണ്ടിയിട്ട് ഉള്ള സാഹചര്യവും ഉള്ള സാമഗ്രിയും അനുസരിച്ച് നേരിടാൻ തന്നെ ഡിറ്റർമിൻഡായിട്ട് തയ്യാറെടുത്തു. To protect the weakened starboard side, I decided to heave to with the undamaged port hull facing on coming waves. ഇനിയും ബാക്കിയുള്ള കുറച്ച് റിപ്പയറിംഗ് വർക്കാണ് ചെയ്യുന്നത്. താഴത്തെ കുറേ വീക്കെൻഡ് ആയിട്ടുള്ള സ്റ്റാർബോർഡും എല്ലാം ഉള്ള അതിനെ ഇനിയും പ്രൊട്ടക്റ്റ് ചെയ്തില്ലെങ്കിൽ അടുത്ത വേവ് വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ അത് ഡാമേജ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം റൈറ്റർ എന്താ ചെയ്യുന്നു, യൂസിങ് ഇംപ്രൊവൈസ്ഡ് സീ ആങ്കർ ഓഫ് ഹെവി നൈലോൺ റോപ്പും കാര്യങ്ങളും എല്ലാം ആയിട്ട് 22 ലിറ്റർ പ്ലാസ്റ്റിക് ബാരൽസ് ഓഫ് പാരഫിൻ, പെട്രോളിയമിൻ്റെ ഈ പറഞ്ഞ പോലെ കളർലെസ് ആണ് ഈ പാരഫിൻ എന്ന് പറഞ്ഞ സാധനം. അതിൻ്റെ 2 പ്ലാസ്റ്റിക്കിൻ്റെ ബാരൽസും എല്ലാം വെച്ചിട്ടാണ് ഈ ബാക്കി ഡാമേജ് വരാൻ സാധ്യതയുള്ള അതിലേക്ക് റിപ്പയറിങ്ങിന്. ദാറ്റ് ഈവനിങ് മേരി ആൻഡ് ഐ സാറ്റ് ടുഗെദർ ഹോൾഡിങ് ഹാൻഡ്സ് ആസ് ദ motion of the ship brought more and more water in through the broken planks. ഇനി വീണ്ടും ഈ പറഞ്ഞ പോലെ അവർ ഒരുപാട് ശ്രമിച്ചെങ്കിൽ പോലും കാലാവസ്ഥ മോശമായിട്ട് പോകുമായിരുന്നു. ഈവനിങ് സമയത്ത് മേരിയും റൈറ്ററും രണ്ടുപേരും അവരോട് തമ്മിൽ കൈ പിടിച്ചുകൊണ്ട് ആസ് ദ ഈ മോഷൻ, ഷിപ്പിൻ്റെ മോഷൻ, അതിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ഇനിയിപ്പം നമ്മുടെ മരണം മുന്നിൽ കണ്ടുകൊണ്ട് നേരത്തെ തന്നെ അവരുടെ മനസ്സ് ഇങ്ങനെ ഒരുമിച്ച് നിൽക്കണം എന്ന് തോന്നിക്കൊണ്ടായിരിക്കണം ഒരുപക്ഷെ അവർ കൈകളെല്ലാം കോർത്ത് പിടിച്ച് വെള്ളത്തിലേക്ക് നോക്കി നിൽക്കുകയാണ്. But Wave Walker rode out the storm, and by the morning of January 6th, with the wind easing, I tried to get the reading on sextant back on the chart room. I worked on wind speeds, changes of our course, drift and current in an effort to calculate our position. The best I could determine was that they were somewhere in that we were somewhere in 150,000 kilometers of ocean looking for 65 kilometers wide island. അപ്പം ഈ സമയത്ത് ജാനുവരി 6th കാര്യമാണ് പറയുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വേവ് വോക്കർ ആ ഷിപ്പ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കാറ്റിൻ്റെ ഗതി പോലും വളരെ കുറവായി, ഈസിങ് ആയി. ആ സമയത്ത് ഈ സെക്സ്റ്റാൻറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രുമെൻ്റാണ്. ആൾട്ടിറ്റ്യൂഡ്സും നാവിഗേഷൻസും ഒക്കെ ഒരു ആർക്ക് ഷേപ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റാണ്. അത് ഡിഗ്രീസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ്. ചാർട്ട് റൂമിൽ പോയിട്ട് റൈറ്റർ ഇപ്പം വിൻഡിൻ്റെ ഗതി അനുസരിച്ചും ഇവരുടെ പൊസിഷനും കാര്യങ്ങളും എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുവാണ്. ആ സമയത്താണ് ഈ പറഞ്ഞ പോലെ എവിടെയാണെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് റൈറ്റർ കാൽക്കുലേറ്റ് ചെയ്ത ഏകദേശം അവർ ഒരു 150,000 കിലോമീറ്റർ ഓഷൻ്റെ അകത്ത് ഉള്ളിലാണ്. അതുപോലെ തന്നെ ഒരു 65 കിലോമീറ്റേഴ്സ് വൈഡായിട്ടുള്ള ഐലൻഡാണ്. ഇപ്പം അവർ 2 ഐലൻഡിനെ പറ്റി പറഞ്ഞായിരുന്നല്ലോ. ആ ഐലൻഡിനെയാണ് ഈ 150,000 കിലോമീറ്റേഴ്സിൻ്റെ ഉള്ളിൽ ഒരു 65 കിലോമീറ്റേഴ്സിൻ്റെ ഐലൻഡിനെയാണ് അവർ നോക്കുന്നത്, അവർ അന്വേഷിക്കുന്നത്. ഓക്കെ, while I was thinking
അപ്പോൾ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സൂ മൂവിങ് പെയിൻഫുള്ളി ജോയിൻഡ് മീ. വളരെ വേദനയോടുകൂടി സൂ വന്നിട്ട് മകൾ വന്നിട്ട് ജോയിൻ ചെയ്തു റൈറ്ററിനെ. ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ഹർ ഹെഡ് വാസ് നൗ വെരി സ്വോളൻ. ഒരുപാട് വീർത്തു, ഒരുപാട് നീര് വെച്ച പോലായി. ആൻഡ് ഹർ ബ്ലാക്കൻഡ് ഐസ് നാരോഡ് ടു സ്ലിറ്റ്സ്. കണ്ണ് പോലും, ആ കറുത്ത കണ്ണുകൾ, കണ്ണിന് ചുറ്റും കറുപ്പായിരുന്നല്ലോ, ആ ഇടിയുടെ ആഘാതം കൊണ്ടായിരിക്കണം, കണ്ണുകൾ പോലും വളരെ കുഞ്ഞു കണ്ണുകളായ പോലെ, അതായത് ഫുൾ ചുറ്റുപാടും നല്ലതായിട്ട് നീര് വെച്ചിട്ടുണ്ട്. ഷീ ഗേവ് മീ എ കാർഡ് ഷീ ഹാഡ് മെയ്ഡ്. ഒരു കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സൂവ്, അത് ഫാദറിനെ ഏൽപ്പിക്കുന്നു. ഓൺ ദ ഫ്രണ്ട് ഷീ ഹാഡ് ഡ്രോൺ caricatures, that is cartoon figure of Mary and me. ഫാദറിനെയും മദറിനെയാണ് സൂ വരച്ചിരുന്നത്. കാർട്ടൂൺ ഫിഗറായിട്ടാണ് വരച്ചിരുന്നത്. വിത്ത് ദ വേർഡ്സ് ഹിയർ ആർ സം ഫണ്ണി പീപ്പിൾ. ഫണ്ണി ആയിട്ടുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞിട്ടുള്ളൊരു കമൻറ്റ് വെച്ചിട്ടാണ് ആ കാർഡ് ഉണ്ടാക്കിയത്. ഡിഡ് ദേ മേക്ക് യു ലാഫ്? അതിൻ്റെ അകത്തൊരു ക്വസ്റ്റ്യൻ മാർക്കും വെച്ചിട്ടുണ്ട്. ഈ കാർട്ടൂൺ ഫിഗേഴ്സിൻ്റെ, അതായത് ഈ ആ പിക്ചറിൽ കണ്ട പേരൻസിൻ്റെ ആണ് അവർ വരച്ചിരിക്കുന്ന കാർട്ടൂൺ ഫിഗർ. പക്ഷേ ഈ ഫണ്ണി പീപ്പിളിനെ കണ്ടിട്ട് ആർക്കെങ്കിലും ചിരി വന്നോ എന്നാണ് ഇതിൻ്റെ മുകളിൽ കാർഡിൻ്റെ മുകളിൽ എഴുതിയ വേർഡ്സ്. ഐ ലാവ്ഡ് എ ലോഡ് ആസ് വെൽ. അതിൻ്റെ അകത്ത് വീണ്ടും കണ്ടിന്യൂ ചെയ്തു, ഞാൻ ഒരുപാട് ചിരിച്ചു. ഇൻസൈഡ് വാസ് എ മെസ്സേജ്. അപ്പനോട് ചോദിക്കുകയാണ്, ഈ വേർഡ്സ് ചോദിച്ചു. അതുപോലെ തന്നെ ഇൻസൈഡിലൊരു മെസ്സേജ് ഫാദറിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ട്. ഓ ഹൗ ഐ ലവ് യു ബോത്ത്. ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതായത് ഫാദറിനെയും മദറിനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നാണ് സൂവിൻ്റെ ഫീലിങ്സാണ് ആ കാർഡിൻ്റെ ത്രൂ അവൾ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിച്ചത്. സോ ദിസ് കാർഡ് ഈസ് ടു സേ താങ്ക് യു ആൻഡ് ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. അതിൻ്റെ അകത്ത് സൂ പോലും ഫാദറിന് ഒരുപാട്, ഇപ്പം ജോൺ ചെയ്ത പോലെ തന്നെ സൂവും അതുപോലെ തന്നെ ഫാദറിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. 7 വയസ്സുള്ള കുട്ടി വളരെയധികം സപ്പോർട്ടീവായിട്ടാണ് കാണിക്കുന്നത്. വി ആർ ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ് എന്ന്. ഇനിയും നല്ലത് വരാൻ സാധ്യതയുണ്ട്. ആ ഒരു ഹോപ്പ്, പ്രതീക്ഷ കൊടുക്കുവാണ് ഫാദറിന്. സം ഹൗ വി ഹാഡ് ടു മേക്ക് ഇറ്റ്. സംഭവം നമുക്കിത്, ഈ ഒരു പ്രോബ്ലം നമ്മൾ തരണം ചെയ്തേ മതിയാകൂ എന്നുള്ള അർത്ഥം കൂടെ വെച്ചിട്ടാണ് സൂ ഫാദറിനൊരു മോട്ടിവേഷനായിട്ട് കൊടുക്കുന്നത്. ഇത് ടു വൈൻഡ് അപ്പ് ദിസ് ചാപ്റ്റർ. ഇന്ന് ഇവിടം വരെ മാത്രം. നെക്സ്റ്റ് സെഷൻ്റെ അകത്ത് ബാക്കി പോർഷൻസ് ഞാൻ എടുക്കുന്നതായിരിക്കും. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു മെൻഷൻ ഇൻ ദ കമൻറ്റ് ബോക്സ്. അതിൻ്റെ അകത്ത് ബാക്കി ഉള്ള കാര്യങ്ങൾ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പം വിഷ് യു ഓൾ എ ഹാപ്പി വെക്കേഷൻ. താങ്ക് യു.